തിരിച്ചു വന്നപ്പോൾ നീ എവിടെ പോയിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ജ്യേഷ്ഠൻ കള്ളം പറഞ്ഞു, സിനിമയ്ക്ക് പോയത് പറഞ്ഞില്ല. പക്ഷേ ഫാദർ അറിഞ്ഞു, അടിച്ചു. അങ്ങനെ 16-ാമത്തെ വയസ്സിൽ SSLC വിദ്യാഭ്യാസം പോലും പൂർത്തിയാകാതെ പട്ടാളത്തിൽ പോയ ആളാണ് പ്രേംപ്രകാശ്. എന്ന് ഞാൻ ഇങ്ങനെ ആയത് അല്ലെ ഒരു സിനിമാ വേദിയിൽ വരാൻ കാരണവും എൻ്റെ ജ്യേഷ്ഠൻ തന്നെയാണ്. അതൊന്നും മറക്കാൻ പറ്റിയില്ല. അദ്ദേഹം ഒരു ആർട്ടിസ്റ്റാണെന്നോ ഒരു സ്റ്റാറാണെന്നോ, അദ്ദേഹത്തിൻ്റെ വഴിയിലൊരു സ്റ്റാറായിരുന്നു. വില്ലൻ എന്ന് പറഞ്ഞ കഥാപാത്രങ്ങളും അച്ഛൻ കഥാപാത്രങ്ങളും ക്യാരക്ടർ റോൾസ് ചെയ്തുകൊണ്ട് ആ കാലത്ത് ചെയ്തിട്ടുണ്ട്. ഒന്നുമില്ലാതെ സാധാരണ ഒരു മനുഷ്യനായിട്ടാണ് അദ്ദേഹം എപ്പോഴും പെരുമാറുന്നതും എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറുന്നതും. അദ്ദേഹം ഈ സ്ത്രീകളോട് ഈ ബ്രാഡ്സൊക്കെ അഭിനയിക്കുന്ന പുള്ളിക്കാർക്ക് ഇഷ്ടമല്ല. ആർക്ക്? ചിന്തമ്മ എന്ന് പറഞ്ഞാൽ ജോസ് പ്രകാശ് സാറിന്റെ ഭാര്യ. ചേച്ചിയുടെ പേരാ. ഇത് കണ്ട 100 ഇത് കിട്ടണമെങ്കിൽ, ഇത് കാണണമെങ്കിൽ ഞാൻ അങ്ങനെയൊക്കെ ചെയ്യണം കേട്ടോ. കറുപ്പിലും വെളുപ്പിലും മാത്രം നമ്മൾ കണ്ടു ശീലിച്ച ഒരു കാലഘട്ടത്തെക്കുറിച്ചുള്ള നിറമുള്ള ഓർമ്മകളാണ് ഓർമ്മയിലെന്നും ജോസ് പ്രകാശ് എന്ന പരമ്പരയുടെ 1-ാം ഭാഗത്തിലൂടെ നമ്മൾ കണ്ടത്. തുടരുന്നു ഓർമ്മയിലെന്നും ജോസ് പ്രകാശ്. സാജൻ സാർ, നമ്മളിപ്പോ പലതവണ നിർമ്മിച്ച സിനിമകളെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. വീടിനെ പറ്റി പറഞ്ഞു, സിനിമയെ പറ്റി പറഞ്ഞു, എല്ലാം പറയുന്നുണ്ട്. അപ്പം കൃത്യമായിട്ട് ഈ സമയത്താണ് അദ്ദേഹത്തെ നമ്മൾ ഈ വേദിയിലേക്ക് വിളിക്കേണ്ടത്. ഓർമ്മയിലെന്നും ജോസ് പ്രകാശ് എന്ന ഈ പരമ്പരയിലേക്ക് ഇനി വരുന്നത് ജോസ് പ്രകാശ് എന്ന അതുല്യ നടന്റെ മൂത്ത മകൻ, ചലച്ചിത്ര നിർമ്മാതാവ് കൂടിയായിട്ടുള്ള രാജൻ ജോസഫ്. ഭാഷയില് ഗംഭീരമാക്കണം. അത് തന്നെ. ഞാനിന്ന് ഫോണിൽ വിളിച്ചിരുന്നല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു വരണം, ഇങ്ങനെ വരണം എന്നല്ല, അതിലൊരു വലിയ കൗതുകമുള്ളത്, എനിക്ക് അദ്ദേഹത്തിന്റെ നമ്പർ കയ്യിലില്ല. ഞാനിങ്ങനെ പല വഴിക്കാണ് ഓരോരുത്തരെയും ഇതിനു വേണ്ടി കോർഡിനേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഒരു ദിവസം എനിക്ക് ഇങ്ങോട്ടൊരു വിളി തന്നു. എന്നിട്ട് വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ പരിപാടിയിൽ വരുന്നുണ്ട്, നമ്മളിതൊരു പരിചയപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞ് വിളിക്കാനുള്ള അത്രയും ഒരു വിശാല മനസ്സ് കാണിച്ചിട്ടുള്ള ആളാണ് രാജേട്ടൻ. ഞങ്ങളിങ്ങനെ കുറെ നേരമായി ഓർമ്മകളിലേക്ക് എത്തുന്നു. ഒരുപക്ഷെ ഞങ്ങൾക്ക് ആർക്കും ഇപ്പം പ്രേംപ്രകാശൻ ഓഫ്കോഴ്സ് ഒരുപക്ഷെ രാജൻ സാറിന് പരിചയപ്പെടുന്നതിന് മുമ്പ് തന്നെ പരിചയമുള്ള ഒരാളായിട്ട് ഉണ്ട്. എന്നാലും ഇപ്പം അച്ഛനെ പോലെയാണ് എന്നവിടെ പ്രേംപ്രകാശേട്ടൻ പറഞ്ഞു. ഈ ചെറുപ്പകാലത്ത് എപ്പോഴെങ്കിലുമൊക്കെ സെറ്റുകളിൽ കൂടത്തി പോയിട്ടുണ്ടോ? ഓളവും തീരം പറഞ്ഞ സിനിമയുടെ സെറ്റിൽ പോയിട്ടുണ്ട്. പ്രത്യേകിച്ച് അവിടെ പറയാനായിട്ട് ഇൻസിഡന്റ് ഒന്നും ഇല്ലാത്ത കാരണം. കുഞ്ഞാലി എന്ന കഥാപാത്രം എനിക്ക് ഞാൻ ഓർക്കുന്നു. അല്ലാതെ ഇത്ര സിനിമകൾ അഭിനയിച്ചിട്ട് അച്ഛനൊരു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ കൊണ്ടുപോയിട്ടില്ല? ഇല്ല, പോയിട്ടില്ല. അത് പ്രത്യേക ടൈപ്പാണ് അദ്ദേഹം. അദ്ദേഹം സിനിമയായിട്ടുള്ള ആൾക്കാരെ അല്ലെ, ഈ സിനിമയായിട്ട് ഇവരെയൊന്നും ബന്ധപ്പെടുത്തില്ല. അദ്ദേഹത്തിൽ ഒരു നേരത്തെ കറിയാച്ചൻ പറഞ്ഞില്ലേ, അദ്ദേഹം പറഞ്ഞില്ലേ, പുള്ളി ഒരു മാതൃക. നമ്മൾ സിനിമയിൽ കാണുന്ന ബേബിച്ചായനെ അല്ല. അല്ല, നമ്മളിപ്പം ഒരു മക്കളെന്നുള്ള നിലയിൽ അന്നപ്പോ എന്നെ കൊണ്ടുപോകണം എന്ന് പറഞ്ഞ ആഗ്രഹം പറഞ്ഞിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ആഗ്രഹമൊക്കെ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഇതുവരെ കൊണ്ടുപോയിട്ടില്ല. അതെ, അങ്ങനെ അതിൻ്റെ ഒരു കാരണമുണ്ട്. കുടുംബജീവിതത്തിൽ ചേച്ചി എന്ന് പറയുന്നത് ജ്യേഷ്ഠൻ്റെ വൈഫ്, അവരാണ് മക്കളെയും അത് ഇതുപോലെ വളർത്തി വലുതാക്കിയാൽ ജ്യേഷ്ഠനേക്കാൾ കൂടുതൽ പങ്ക് വഹിച്ചയാളാണ് ചേച്ചി. എനിക്കും അമ്മയുടെ സ്ഥാനത്ത് ഞാൻ കാണുന്ന ആളാണ്. ഏറ്റവും മൂത്ത ജ്യേഷ്ഠൻ്റെ ഭാര്യ എന്നുള്ള നിലയ്ക്ക് ആദ്യത്തേക്ക് വന്ന ഒരു അതിഥിയാണ്. അപ്പോൾ അതുപോലെ ഞങ്ങളെയൊക്കെ നോക്കുകയും അങ്ങനെ കുടുംബം പിള്ളേർ അങ്ങനെ ഒരു ഇതാണ്. ഒരു സിനിമയോടൊന്നും വലിയ താല്പര്യമുള്ള ആളൊന്നും ആയിരുന്നില്ല ചേച്ചി. ഭയങ്കര പേടിയാ. 4 സിനിമകൾ നിർമ്മിച്ചു അല്ലേ? 4 സിനിമകൾ നിർമ്മിക്കുമ്പോൾ എന്തെങ്കിലും പറഞ്ഞോ ആദ്യമായിട്ട് ഇറങ്ങാൻ പോകുമ്പോ? ആദ്യമായിട്ട് പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ ആര് ജോലി ചെയ്താലും കൃത്യമായിട്ട് പണം കൊടുക്കണം. അതെ കൊടുക്കണം എന്ന് പറഞ്ഞു. ഫുഡ് ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് അത് കൃത്യമായിട്ട് പറഞ്ഞു. ജോലി ചെയ്താൽ അവർക്ക് കൃത്യമായിട്ട് പോണതിന് മുമ്പ് കാശ് കൊടുത്തിരിക്കണം. കൂടെവിടെ നിർമ്മിച്ചത് ഞങ്ങള് ഒരുമിച്ച് രണ്ടുപേരും കൂടെയാണ് കൂടെവിടെ നിർമ്മിക്കുന്നത് അല്ലേ? പ്രകാശ് മൂവി ടോൺ തന്നെയുള്ള ബാനറിലാണോ? ബാനറില് അതേ ബാനറിലാണ് ഈ പടങ്ങള് നിർമ്മിച്ചിട്ടുള്ളത്. ഈറൻ സന്ധ്യ, ഉപഹാരം. പ്രകാശ് മൂവി ടോണില് എന്നെ ഡയറക്ടറായിട്ട് നിയമിക്കാൻ വിളിച്ചത് രാജനോട് പറഞ്ഞത് ബേബിച്ചായന. ഓ, പിന്നെ
അതായത് ഇദ്ദേഹം ഞാൻ ഇരുത്തിക്കൊണ്ട്, കാരണം ബേബിച്ചാൻ പറഞ്ഞു സാധനം, കാരണം ഞങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളൊക്കെ പുള്ളിക്കാരൻ അറിയാമെന്ന് തോന്നുന്നു. പുള്ളിയെല്ലാം എപ്പോഴും കണക്കുണ്ട്. ഇപ്പോൾ നസീർ സാറിനെ പോലെ ഏതെല്ലാം പടങ്ങൾ എവിടെല്ലാം ഓടുന്നു എന്നൊക്കെ കറക്റ്റ്, പഴയ ആൾക്കാരൊക്കെ അങ്ങനെയാണ്. ആ രീതിയിൽ ഈ ബേബിച്ചാൻ പറഞ്ഞത് രാജനോട് പറഞ്ഞിട്ടാണെന്ന് തോന്നുന്നു എനിക്ക് പിന്നെ വിളിച്ചത്. അതിലുള്ള കഥാപാത്രത്തിൻ്റെ പേര് ഫെർണാണ്ടസ് അല്ലേ, ശോഭനയുടെ അച്ഛൻ. പുള്ളിക്കാരൻ ഇംഗ്ലീഷ് ഡയലോഗ് പറയാനുണ്ടല്ലോ, ഭയങ്കര ഇഷ്ടമാണ്. അതിൽ ഫെർണാണ്ടസ് പേരായ പിന്നെ ധൈര്യമായിട്ട് ഞാൻ മലയാളം കൊടുത്താലും ബൈദബൈ ഒന്നും അല്ല, അതിൽ ബൈദബൈ ഒന്നും അല്ല. ബൈദബൈ പുള്ളിക്കാരൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഇപ്പൊ ഈ പറഞ്ഞതുപോലെ ഞാൻ വീണ്ടും ചെയ്യുന്നത്, സ്കൂൾ ലൊക്കേഷൻ ഒന്നും കൊണ്ടുപോയില്ലെങ്കിലും ഇപ്പൊ ഒരു സിനിമാടന്റെ മകൻ എന്ന് പറയുന്നതിനൊരു സ്കൂളിൽ എല്ലാവർക്കും വലിയൊരു കൗതുകം ഉണ്ടാവില്ല. കലാലയങ്ങളിൽ പോകുമ്പോഴൊക്കെ സിനിമാടന്റെ മകൻ, ആ സമയത്ത് ആൾക്കാർ അച്ഛനെ പറ്റിയുള്ള ചോദ്യങ്ങൾ റെഗുലറായിട്ട് ചോദിക്കില്ലേ? അറിയായിരുന്നോ കൂട്ടുകാർക്കൊക്കെ? അറിയാം. പക്ഷെ അത് ഒരു വലിയത്രം കാണിച്ചു പുള്ളി. പ്രോഗ്രസ് കാർഡ് സൈൻ ചെയ്യാൻ വേണ്ടി സ്കൂളിൽ നിന്ന് നന്നായിക്കുമല്ലോ. അപ്പം പ്രോഗ്രസ് കാർഡ് എല്ലാം അമ്മച്ചിയെ സൈൻ ചെയ്യണേ. അപ്പോൾ ഞങ്ങൾ 6 പേരുണ്ട്, 5 പേരുടെയും സൈൻ ചെയ്തു, എൻ്റെ മാത്രം സൈൻ ചെയ്തില്ല. കാരണം അവരൊക്കെ എല്ലാവരും ജയിച്ചിട്ടുണ്ട്, ഞാൻ മാത്രം 4 തോറ്റിട്ടുണ്ട്, 2 ജയിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇത് അച്ചായൻ വന്നിട്ട് സൈൻ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അച്ചായൻ വന്നപ്പോൾ അച്ഛൻ്റെ എടുത്തു, അച്ഛൻ മറിച്ച് തിരിച്ചൊക്കെ നോക്കി, ഈ സൈൻ ചെയ്യേണ്ട ആവശ്യമല്ലോ, 4 കീറിയിട്ട് എൻ്റെ തന്നു. അതുകൊണ്ട് നിർമ്മാതാവായി കേട്ടോ, അല്ലെങ്കിൽ പഠിച്ച് പാസ്സായിട്ട് വലിയ വേറെ ലെവലിൽ. അതുകൊണ്ട് അങ്ങേരെ വെച്ച് പടം എടുത്ത്, അത് തന്നെ, അതെ, അങ്ങേരെ അച്ഛനെ വെച്ച് പടം എടുത്ത്. അന്ന് ഒരുപാട് പഠിച്ച് പാസ്സായി പോയെങ്കിൽ കീറിയാലും ഈ സ്കൂളില് ഞാൻ അത് നമ്മളൊക്കെ സാധാരണക്കാരുടെ മക്കളാണ്. കഴിഞ്ഞില്ല. ഞാൻ എന്നിട്ട് ഇതുമായിട്ട് ഇങ്ങനെ സ്കൂളിൽ ഹെഡ് മിസ്റ്റേഴ്സ് സിസ്റ്റർ അവരെയാണ് അവിടെ ഇരിക്കുന്നത്. ഈ പുള്ളിക്കാരത്തിൽ കാണിച്ചിട്ടുണ്ട് ഈ ക്ലാസ്സിൽ കയറാൻ. ഞാനവിടെ ചെല്ലുമ്പോൾ ഇദ്ദേഹം അവിടെ ഇരിക്കുകയാണ്, തല സിൽവർ റെഡൊക്കെ അടിച്ച സമയത്താണ്. ആ ലുക്കിൽ വരുന്നു ഒന്ന് ആലോചിച്ചു. ആ ലുക്കിൽ ഹെഡ് മിസ്റ്റേഴ്സിന്റെ റൂമിൽ ഇരിക്കുക. ഞാനവിടെ ചെന്ന് കയറിയപ്പം വിവരങ്ങളൊക്കെ ചോദിച്ചപ്പം പറഞ്ഞു, ഇന്നപോലെ ക്ഷമിക്കണം, ഞാൻ അപ്പുറത്തൊരു പ്രത്യേക ഒരു വികാരത്തിൻ്റെ പേരിൽ സിസ്റ്റർ അതൊന്ന് കീറി, ക്ഷമിക്കണമെന്ന് ക്ഷമയൊക്കെ ചോദിച്ചു. അപ്പോൾ സിസ്റ്റർ ചോദിച്ചു എന്താ ചെയ്യേണ്ടത് ഇനിയിപ്പോൾ ഇദ്ദേഹത്തെ? ഒന്നും ചെയ്യണം, അവനെ വൈകുന്നേരം വരെ മുട്ടുകുത്തി നിർത്തിയാൽ മതി. നല്ല പണിഷ്മെന്റ്. സിൽവർ ഹെഡിന്റെ പരിപാടികളാ സ്കൂളിൽ വന്നിട്ട് വൈകുന്നേരം വരെ മുട്ടുകുത്തി നിർത്താൻ ഓർഡർ ഇട്ടിട്ട് പോയി. പിഷാരടി, നിങ്ങൾ ഈ മിമിക്രിയുടെ ആളായിട്ട് ചോദിക്കുകയാണ്. ഈ മിമിക്രിക്കാർ സ്ഥിരം പറയുന്ന ബേബിച്ചാൻ ഡയലോഗ് ഉണ്ട്, വിജയനും വീരനും പടത്തില്, റാസ്കൽ നിനക്ക് മാത്രം കുടിച്ചാൽ മതിയോടാ എന്നങ്ങണ്ട ഡയലോഗ്. അതെ, അതിനകത്ത് ഞാൻ ഈ എപ്പിസോഡ് പറയും ഇന്ന് പ്രകാശ് സാറിനോട് പറഞ്ഞു. അതായത് ഒരു വലിയ സംഘം ആളുകൾക്ക് ജോസ് പ്രകാശ് സാർ എന്ന് പറഞ്ഞാൽ മുതലയ്ക്ക് തീറ്റ കൊടുക്കുന്ന, പൈപ്പ് വലിച്ചു നീക്കുന്ന ഒരാളാണ്. അതിനപ്പുറം ഗായകൻ, വേറെ ക്യാരക്ടേഴ്സ്, ഇങ്ങനൊരു വലിയ വലിയൊരു ഏരിയക്ക് നേരെ കണ്ണടച്ച് പിടിച്ചിട്ടാണ് ഒരു വലിയ ബാച്ച് ഈ ഒരു കാര്യത്തെ മാത്രം പിടിച്ചോണ്ട് നിൽക്കുന്നത്. ഈ മിമിക്രിക്കാർ ചെയ്യുന്നതിനകത്ത് ആ ഡയലോഗില്ലേ, റാസ്കൽ നീ മാത്രം കുടിച്ചാൽ മതിയോടാ, നീ മാത്രം, നമുക്ക് കുറച്ച് ഡയലോഗുകളുണ്ട്. വെല്ലൻ മൈ ബോയ് പറയുന്നതുണ്ട്. പിന്നെ ഈ അന്നത്തെ ചില സാധനങ്ങൾ കൊണ്ടുവരും, നമ്മൾ അറിയാത്ത ചില, ഈ ഭസ്മം ഉള്ളിൽ ചെന്നാൽ മല മോഹാലസ്യപ്പെട്ട് വീഴും, മലയെ എന്റെ വീട്ടിലേക്കും അവരെ ഇവിടേക്കും കൊണ്ടുവരൂ എന്നൊക്കെ പറയുക. പിന്നെ ഈ കപ്പൽ നിറച്ചുള്ള വൈരങ്ങള്, അങ്ങനെയുള്ള കുറേ. ഇടയ്ക്കെന്ന് പറഞ്ഞോട്ടെ, അതായത് രാവിലെ ഉപകാര ഷൂട്ടിംഗ് സമയത്ത് ഡയറക്ടർമാർ നേരത്തെ എഴുന്നേക്കണമല്ലോ. ആ സമയത്ത് ഇയാളൊരു നമ്പർ ഇടും. അതായത് ഡയറക്ടർ എഴുന്നേറ്റോന്ന് അറിയാനായിട്ട്. എനിക്ക് അന്ന് കൽപ്പ ടൂറിസ്റ്റ് ഹോമിലാണ് താമസിക്കുന്നത്. ഇദ്ദേഹം രാവിലെ ഫോൺ ചെയ്തിട്ട് 40 നോട്ടിക്കൽ മകൽ അകലെ ഒരു കപ്പലിലോ എന്താ രാജാ പറയുന്നത് തന്നെ വളർത്തുന്നത് അച്ഛൻ ഡയലോഗ് ഇദ്ദേഹം പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ കേൾക്കുന്നത് ബേബിച്ചാൻ എന്നെ വിളിച്ചോ അല്ലേ, ഇദ്ദേഹം എന്നെ വിളിച്ചോ, ഞാൻ ഉള്ളെന്ന് ചോദിക്കുന്നത് തമാശയല്ല. ഇദ്ദേഹം ചോദിച്ചു നോക്ക്. ആ ഡയലോഗ് പറഞ്ഞേ ഇന്ന് രാത്രി 10 മണിക്ക് നമ്മുടെ കപ്പൽ നമ്മുടെ ജെട്ടിയിൽ പാർക്ക് ചെയ്തിട്ടുണ്ടാവും. അതിൽ രത്നങ്ങളും വൈരങ്ങളും ഉണ്ടാകാതെ കൃത്യസ്ഥാനത്ത് കൊണ്ട് എത്തിക്കണം. രാവിലെ വിളിച്ച് പറയുമ്പോൾ വേറൊരു കാര്യമുണ്ട്. ഇരുമ്പഴികൾ എന്ന് പറഞ്ഞ പടം വില്ലനായിട്ടാണ് ക്ലൈമാക്സില് നസീർ ജയനൊക്കെ ഇങ്ങനെ പുറകെ ഓട്ടിച്ച് വരുമ്പോ ഇങ്ങനെ ചാടി കയറി ഒരു ട്രെയിനിന്റെ എഞ്ചിനകത്ത് കയറി ട്രെയിൻ ഓട്ടിച്ചു. ഇങ്ങനെ സ്വന്തം ട്രെയിൻ ഉണ്ടായിരുന്നു. അന്നത്തെ ജോക്ക് എന്തായിരുന്നു എന്നറിയോ, ഞങ്ങൾ ഇടയ്ക്ക് രാത്രി തണ്ണി അടിച്ചിരിക്കുമ്പോ വിളിക്കും, പപ്പാ
എനിക്ക് എറണാകുളം വരെ പോണ ട്രെയിൻ ഒന്ന് അയക്കോ. ഒന്നാം ഓടാതായിട്ട് പോണെന്ന് പറയും. ഇനി ഒരു സംഭവം പറയാം. ഞാൻ അക്കച്ചിയുടെ കുഞ്ഞാവ ചെയ്യുമ്പോൾ പാലായിൽ നിധീരിക്കൽ കുടുംബം എന്ന് വലിയ കുടുംബമുണ്ട്. ഭയങ്കര ഒരു ബംഗ്ലാവാണ്. അവിടെ ഞങ്ങളുടെ ലൊക്കേഷൻ ആൾക്കാർ പോയിട്ട് ആ വീട് കൊടുക്കില്ല. ബേബിച്ചാൻ വന്നു. ബേബിച്ചാൻ്റെ ഞാനെൻ്റെ അന്ന് മണ്ണർകാട് പാപ്പനച്ചാൻ്റെ ഞങ്ങൾ മഹാറാണി ഹോട്ടലിലാണ് താമസിക്കുന്നത് പാലായിൽ. ചെറുകൃഷ്ണൻ ജോസുകുട്ടിയുടെ പടമാണത്. ജോസുകുട്ടിയുടെ വിചാരിച്ചാലും കിട്ടിയിട്ടില്ല. അവസാനം ഞാൻ ബേബിച്ചാനോട് പറഞ്ഞു, ബേബിച്ചാൻ ഇങ്ങനെ സംഭവം ഞാൻ പോയി ലൊക്കേഷൻ അടിപൊളി വീടാണ്, അത് കിട്ടിയാൽ. ബേബിച്ചാൻ അത് വലിയ രതീഷിൻ്റെ അച്ഛനായിട്ടാണ്. ഞാൻ പറഞ്ഞു ബേബിച്ചാൻ്റെ വീടായിട്ടാണ്. നിധീരിക്കൽ എന്ന് പറഞ്ഞ ആ പേര് കൊടുത്തിട്ട് അവിടുത്തെ നമ്പർ എടുത്തു. കല്ലിയൂർ ശശിയാണെന്ന് തോന്നുന്നു പ്രൊഡക്ഷൻ മാനേജർ കൊടുത്തു. ബേബിച്ചാൻ ആ വീട് സാക്ഷ്യം വായിച്ചു തന്നു. ആ വീട് വിളിച്ചു, ആളിനെ അയച്ചു. ആ വീടാണ് ബേബിച്ചാൻ്റെ വീട്, ഈ അക്കച്ചിയുടെ കുഞ്ഞാവയിൽ. ശരി, ഈ അച്ഛനെ സിനിമയിൽ അഭിനയിപ്പിച്ചല്ലോ, എല്ലാവർക്കും പൈസ കൃത്യമായിട്ട് കൊടുക്കണമെന്നും പറഞ്ഞു. പൈസ മേടിച്ചോ? അച്ഛനോ? ആ ഇല്ല. അത് മേടിച്ചില്ല. കൊടുത്തിട്ടുണ്ടാവില്ല. അമ്മച്ചി മേടിച്ചു. അമ്മച്ചി മേടിച്ചോ അതിന് അഭിനയിച്ചതിന്റെ? പിന്നെ ഞാൻ വീണ്ടും ചോദിക്കുന്നത്, നിങ്ങളുടെ വീട്ടിലെ അച്ഛനെന്നുള്ള നിലയിൽ എപ്പോഴെങ്കിലും വളരെ ഈ പറഞ്ഞ പോലെ സ്ട്രിക്റ്റ് ആയിട്ട് വഴക്ക് പറയുക, അല്ലെങ്കിൽ ഇപ്പൊ നേരത്തെ പ്രേംപ്രകാശ് സാറ് പറഞ്ഞു ജോസ് പ്രകാശ് സാറിന്റെ അച്ഛനെ പറ്റിച്ച് സിനിമയ്ക്ക് പോയിട്ട് അടി കൊണ്ടിട്ട് അവിടെ നിന്നുള്ള ഓട്ടത്തിലാണ് പട്ടാളത്തിലും പിന്നെ നമ്മൾ കാണുന്ന അവസ്ഥയിൽ. എന്താ പറയൂ? അവിടെ അല്ല, ഞാൻ പറയട്ടെ, വീട്ടില് വലിയ ആളൊന്നുള്ളായിരുന്നു പപ്പ. ഇവരമാരെയൊക്കെ അമ്മച്ചെ പേടിച്ചിട്ടാണ് വീട്ടില്. അതെ, പേടിയല്ല, അതാണ് സത്യം. അല്ല, ആ കുടുംബം നന്നായിട്ട് കൊണ്ടുപോകണമെങ്കിൽ ഇപ്പൊ തലവനായിട്ട് തലവിയാണ് അവിടെ, അമ്മച്ചിയാണ്. ചേച്ചിയുടെ ഇങ്ങേർക്ക് വയസ്സൊന്നുമില്ല. ചേച്ചി ആ. ചേച്ചി വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു. വളരെ അതാണ് മക്കൾക്ക് കിട്ടിയ ഏറ്റവും വലിയ എന്നെ. അല്ലാതെ ചേട്ടച്ചാരുടെ ഇതൊന്നുമല്ല. പുള്ളി സ്ഥിരം വീട്ടിലില്ലല്ലോ. ഇല്ലല്ലോ. അതെ. സിനിമയും അഭിനയിക്കാൻ പോകുന്നു, അതൊക്കെ എത്ര സിനിമകള് സ്ഥിരം അവിടെ സ്വാമി സലാഡ്ജ് അല്ലെങ്കിൽ വെള്ള ഔട്ട്ഡോർ നടക്കുന്നു. ഇദ്ദേഹത്തിന്റെ അണിയൻ രാജേട്ടനൊക്കെ ഞാൻ സമയത്ത് നമ്മൾ വരുന്ന പോലെ ഈ ഇപ്പൊ ഈ പറഞ്ഞു നിന്ന് ആലോചിക്കുക, വളരെ തിരക്കുണ്ട് അച്ഛനല്ലേ. നമ്മുടെ ഒരു ബാല്യത്തിൽ നമ്മൾക്ക് അച്ഛനെ മിസ് ചെയ്യാന്ന് പറയും. പല സന്ദർഭങ്ങളിലൊക്കെ ഒരു വെക്കേഷൻ ഒക്കെ എടുത്തിട്ട് നിങ്ങൾ ഒന്നിച്ച് എവിടെയെങ്കിലും പോവുകയോ കൊണ്ടുപോവുക അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയം ഉണ്ടായിരുന്നു ആ, മിക്കവാറും പോകാറുണ്ട് ഇടയ്ക്ക്. ഈസ്റ്റർ സമയത്തൊക്കെ ഞങ്ങൾ എവിടെയെങ്കിലും ഔട്ടിങ്ങിന് പോകും. ചിലപ്പോൾ ഞങ്ങൾ ഊട്ടി പോകും. ഊട്ടിയിൽ ചേച്ചി കിട്ടെ. സഹോദരി ഒന്ന് വീണ്ടും പറയണം എനിക്ക്. രാജന്റെ വലിയ മനസ്സ് കണ്ടുകൊണ്ട് അച്ചായൻ പറഞ്ഞു, മാർക്കോസ് ഒരുപാട് പാട്ടുകൾ പാടുന്ന ഒരാളാണ്. അതുവരെ പുള്ളി സ്റ്റേജിലൊക്കെ പെർഫോം ചെയ്തിട്ട് പേരെടുത്തിട്ടുള്ള അല്ലാതെ നല്ലൊരു പാട്ട് പാടിയിട്ടില്ല എന്നുള്ളത് അച്ചായനോട് പറഞ്ഞിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ഇദ്ദേഹത്തിനോട് പറഞ്ഞു, മാർക്കോസിന് ഒരു പാട്ട് നല്ല കൊടുക്കാൻ പറഞ്ഞു ഇല്ലേ. അതാണ് പൊന്മേഘമോ പ്രേമ സന്ദേശ. പാടാൻ എനിക്കറിയില്ല. ആ പാട്ട് കൊടുത്തു. മാത്രമല്ല, ആദ്യമായിട്ട് നമ്മുടെ ഷിബു ചക്രവർത്തി പാട്ടാണ് ആദ്യമായിട്ട് ഇദ്ദേഹത്തിന്റെ പടത്തിൽ ഈ ഉപഹാരത്തിലാണ്. ഷിബു ചക്രവർത്തി എവിടെങ്കിലും പറഞ്ഞിട്ടുണ്ട്. ആദ്യമായിട്ട് എഴുതിയ എന്റെ പടത്തിലെ സ്ക്രിപ്റ്റ്. പിന്നെ ഇനി വേറെ നോക്കണോ, അതിന്റെ കഥ എഴുതാറെന്നറിയോ? കറിയാച്ചൻ എന്ന പ്രൊഡ്യൂസറുടെ ഭാര്യയുടെ സഹോദരനാണ് ജിമ്മി, എന്റെ വൈഫിന്റെ ബ്രദർ. അപ്പോ വീട്ടിലൊരു സിനിമയ്ക്ക് ഇനി കേൾക്കണം. അബദ്ധവശാല് ഒരു ജോസുകുട്ടിയും ഞാനും കൂടിയിട്ട് കോട്ടയത്ത് നിന്ന് പാലായിൽ പോകുന്ന വഴിക്ക് അച്ഛൻ്റെ വീട്ടിൽ കയറി. അവിടെ മോള് പുള്ളിക്കാരത്തി പാടും നന്നായിട്ട്. അത് ഞാൻ എൻ്റെ അടുത്ത് ജോസുകുട്ടി പറഞ്ഞിട്ട് അബദ്ധവശാലെന്ന് പറഞ്ഞു പോയി. ഹീറോയിനായിട്ടൊക്കെ ഇപ്പോൾ ക്ഷാമമുള്ള സമയത്ത് അല്ലേ ചോദിച്ചിട്ടുണ്ട് എന്നോട്. സാഗ അപ്പച്ചൻ ചോദിച്ചിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട് അതിൽ അഭിനയിപ്പിക്കാവൂന്ന്. ഞാൻ പറഞ്ഞ ഇല്ല, താല്പര്യമില്ലായിരുന്നു. ഞാനൊക്കെ അല്ല, വിട്ട ഒരു കാര്യമുണ്ട്. ഇവനൊരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, രാജൻ. അത് പറഞ്ഞോട്. അതേതാ? അത് ഓപ്പോൾ നമ്മുടെ ബാലങ്കേ നായർ നാഷണൽ അവാർഡ് വാങ്ങിച്ച ആ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. സേതുമാധവൻ ഞാൻ ആദ്യമായിട്ട്. അതെയാ? ഇപ്പൊ പോയിട്ടോ ഇത്രയും നേരം പറഞ്ഞതൊക്കെ ഈ കഥ അറിയില്ല. പറഞ്ഞിട്ടില്ല. അല്ല, ഇത് എന്ന് വെച്ചാല് ഞാൻ വെറുതെ വീട്ടിലേക്ക് ഒരു യതീന്ദ്രദാസ് ഞങ്ങൾ വീട്ടിൽ വന്നു. പുള്ളി അസോസിയേറ്റ് ഡയറക്ടർ മറ്റേത്. നമുക്ക് ഒരു സ്ഥലം വരെ പോകണമെന്ന് പറഞ്ഞു. എന്താണെന്ന് ചോദിച്ചു. നമുക്ക് വെറുതെ ഒരു സൺഡേ അല്ലേ, ഇന്ന് കടയൊന്നുമില്ല, പോകാമെന്ന് പറഞ്ഞു. പുള്ളി വണ്ടിയെ കയറ്റി നേരെ ഇവിടെ ചെന്ന് ആലുവയിൽ സ്ഥലത്ത് ചെന്നു. ആലുവ സ്ഥലത്തിപ്പോൾ നമ്മളെ ഏഞ്ചൽ ജോർജിൻ്റെ വീട് എസ്റ്റേറ്റാണ്. അവിടെ ചെന്നപ്പോഴത്തേക്ക് നോക്കിയപ്പോൾ ഒരാൾ ഒരു ചെറിയ സ്റ്റൂളിലിരിക്കുന്നു. സേതുമാധവൻ സാറല്ലേ? അതെ. ഹലോ, എന്താ? ഇതാണ് സാറേ ഞാൻ പറഞ്ഞ ആളെന്ന് പറഞ്ഞു. ഇത് നോക്കാനൊന്നുമില്ല, ചോദിച്ചാലുമല്ല, ഒരു ആ കോസ്റ്റ്യൂം എടുത്ത് കൊടുത്തേക്ക്. ഞാൻ ഡയലോഗും പറഞ്ഞു കഴിഞ്ഞു.
അങ്ങനെ ഇത്രയും കാലം ഇദ്ദേഹം എന്നോട് പറഞ്ഞിട്ടില്ല. ആഴ്ചയിൽ 4 പ്രാവശ്യം വിളിക്കുന്ന ആളാണ് ഞങ്ങൾ തമ്മിൽ. 10 മിനിറ്റ് ഷൂട്ടിങ് ഞാൻ വീട്ടിൽ പോയി. പിറ്റേ ദിവസം ഇതേ സ്ഥലത്ത് അച്ചായൻ അഭിനയിക്കാൻ വന്നേക്കുന്നത്. അഭിനയിക്കുന്ന ആലപ്പി വിൻസെന്റിന്റെ വീടാ. ആലപ്പി വിൻസെന്റ് അവിടെ ഉണ്ട്. പുള്ളി പറഞ്ഞ് ഇങ്ങനെ 2 റീടേക്ക് വന്ന് പറഞ്ഞു, ഓ ഇന്നലെ ബേബിച്ച ഇന്നലെ വാങ്ങാൻ വന്നിട്ട് ഒറ്റ ടേക്കിന് ആ ഷോട്ട് എടുത്ത് പുള്ളി സ്ഥലം പെട്ടു. നേരത്തെ തീവണ്ടി ചോദിച്ച പോലെ ആയിപ്പോയി. തിരിച്ച് ഇങ്ങോട്ട് നമ്മൾ ആ ഒരു കാലഘട്ടം കണ്ട് വന്നാലും യാദൃശ്യമായിരിക്കും ഒരു പക്ഷേ മലയാള സിനിമയിലെ ഈ ഒരു നവകാല സിനിമകളിലേക്ക് ഗോൾഡൻ പീരീഡ് ആയിരുന്നു. തിരിച്ച് പുതിയ കാലഘട്ടത്തിലെ സിനിമകൾ കുത്തിത്തിരിഞ്ഞ സമയങ്ങളിൽ എത്തുമ്പോഴും ട്രാഫിക് എന്ന് പറയുന്ന ഒരു സിനിമയ്ക്ക് അതിൽ വലിയ പങ്കുണ്ട്. ആ സിനിമയിലും ഒരു സാന്നിധ്യമായിട്ട്, അതായത് ആ സിനിമയുടെ ഏറ്റവും ക്ലാപ്സ് കൊണ്ടുപോകുന്ന ഏരിയകളിൽ ജോസ് പ്രകാശ് സാർ ഇതൊരു ചരിത്രമാവും. പിന്നെ ആ ഒരു ഡയലോഗ് ഒരു ഫ്രേസ് ആയിട്ട് മലയാളികൾ പല സന്ദർഭങ്ങളിൽ ഉപയോഗിക്കുന്ന, ഇന്നൊരു നോ പറഞ്ഞാൽ ഏതൊരു ദിവസത്തെ പോലെ ഇത് കടന്നു പോകും, നീ ഒരു എസ് പറഞ്ഞാൽ ഇതൊരു ചരിത്രമാകുമെന്ന് പറയുന്ന ഒരു ഡയലോഗ് അദ്ദേഹം പറഞ്ഞത് പിന്നീട് മലയാളികൾ പല സന്ദർഭങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ട്രാഫിക്കിലുണ്ട്. പിന്നെ നമ്മൾ ദേവാസുരം എന്ന് പറയുന്ന ചിത്രത്തിലെ കഥാപാത്രം അദ്ദേഹത്തിന് അപ്പോഴും വയ്യാതിരിക്കുമ്പം കറിയാച്ചന്റെ മക്കളുടെ നിർബന്ധമായിരുന്നു അത് അച്ഛനെ കൂടി ചെയ്യണമെന്ന്, അല്ലേ? അതിനകത്തൊരു സംഭവമുണ്ട്. ജ്യേഷ്ഠൻ്റെ ഈ കാല് മുറിച്ചതിന് ശേഷം അത് കഴിഞ്ഞുള്ള കുറേ എപ്പിസോഡുകളും ഞങ്ങളുടെ ഓർമ്മകളിൽ ഒത്തിരി ദുഃഖം തരുന്നതാണ്. കാരണം ഓടി നടന്ന് അഭിനയിച്ച് കാലങ്ങളോളം അഭിനയിച്ച ഒരു മനുഷ്യൻ, നമുക്ക് ഏത് തൊഴിൽ ചെയ്താലും ആ തൊഴിൽ തുടരണമെന്ന് ഏത് പ്രായത്തിലും ആഗ്രഹം ഉണ്ടാവും. കാല് മുറിച്ചതിന് ശേഷം ഞങ്ങൾ ഹോസ്പിറ്റലിലോ വീട്ടിലൊക്കെ പോയി കാണുമ്പം എന്നോട് തനിച്ച് ചോദിച്ചിട്ടുണ്ട്, എനിക്കിനി അഭിനയിക്കാൻ വയ്യ അല്ലേ, എന്നെ ആരും വിളിക്കുകയല്ലേ, സങ്കടം വന്നിട്ടുണ്ട്, എന്നെ ഇനി അഭിനയിക്കാൻ ആരും വിളിക്കുകയില്ലായിരിക്കും അല്ലേടാ നീ. അതാ അങ്ങനെയല്ലേ ആയിരുന്നു. അങ്ങനെ വരുമ്പോഴാണ് ട്രാഫിക്കിൽ ഇങ്ങനെ ഒരു ക്യാരക്ടർ വന്നപ്പം മക്കൾക്ക് നിർബന്ധമാണ് അത് ബേച്ചാൻ ചെയ്യണം. അങ്ങനെ വീട്ടിൽ പോയി കഥ പറഞ്ഞു, സംഭവം പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, എടാ നീ ആ സ്ക്രിപ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്, നീ ഒന്ന് വായിച്ചേ. അങ്ങനെ സ്ക്രിപ്റ്റ് വായിച്ച് കേൾപ്പിച്ചു. വീണ്ടും മൂത്ത മകള് എൽസമ്മയെ കൊണ്ട് കൈ കൊടുത്ത് എടി ഇടയ്ക്കിടയ്ക്കൊന്ന് വായിക്കാൻ പറഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞ് ഷൂട്ടിങ്ങിന് ഡേറ്റ് ഫിക്സ് ചെയ്യുന്ന സമയത്ത് ICUലായി. നടന്നില്ല. രാജേഷ് പിള്ളയാണ് ഡയറക്ടർ, പ്രൊഡ്യൂസർ ലിസ്റ്റിൻ സ്റ്റീഫനാണ്. മാറ്റിവെച്ചു. ഇതുപോലെ വേറൊരു ദിവസം പുള്ളിക്ക് വേണ്ടി വെച്ചു, അതും നടന്നില്ല. അപ്പം ബുദ്ധിമുട്ടായി, നമുക്ക് വേറെ ആരെങ്കിലും വെക്കാം എന്ന് പറഞ്ഞു. മധുസാറിൻ്റെ പേര് വന്നു. ഇവർ മധുസാറിനെ വിളിച്ചു, ഇങ്ങനെ ഒരു ക്യാരക്ടറാണ്, ഒരു സീനേ ഉള്ളൂ, ഇരുന്ന് ചെയ്യാവുന്നൊരു കാര്യമേ ഉള്ളൂ, അതൊന്ന് സാറ് ചെയ്യാവോ എന്ന്. അത് ഇന്ന ഒരു സന്ദർഭം സംഗതിയും കൂടി ഉണ്ട്, അത് ജോസ് പ്രകാശിന് വേണ്ടി വെച്ചിരുന്നതാണ്, അത് അങ്ങേര് സുഖമില്ലാതെ പോയി. ഉടനെ അങ്ങേര് പറഞ്ഞൊരു മറുപടി ഉണ്ട് മധുസാർ, ജോസ് പ്രകാശ് സാറിന് വെച്ചിട്ടുള്ളതാണെങ്കിൽ അദ്ദേഹം തിരിച്ചു വരും, അദ്ദേഹം ഈ ക്യാരക്ടർ ചെയ്തിരിക്കും, അത് ഞാനല്ല ചെയ്യേണ്ടത്. അതുപോലെ സംഭവിച്ചു. അങ്ങനെ വീട്ടിൽ വെച്ചാണ്, ഇവരുടെ വീട്ടിൽ വെച്ചാണ് അത് ഇരുത്തിക്കൊണ്ട് അത് എടുത്തത്. അതൊക്കെ മറക്കാൻ പറ്റിയില്ല. കാരണം മധുസാറിനെ ഞാൻ അന്നേരം ഓർത്തത്, ആ മനസ്സ്. അങ്ങനെ സാർ അന്ന് പറഞ്ഞതാണ് ഈ സിനിമയിലെ ഡയലോഗ്. ആ ഒരു തീരുമാനം ഒരു ചരിത്രമാണ്. നമ്മളിപ്പോഴും ആ സീനിനെ പറ്റിയും ആ തീരുമാനങ്ങളെ കുറിച്ചും പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളത് മനസ്സിൽ ഞങ്ങൾ സൂക്ഷിക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ജ്യേഷ്ഠന് ഈ JC ദാനിയേൽ അവാർഡ് പോലും കയ്യിൽ മേടിക്കാനുള്ള ഭാഗ്യം കിട്ടിയില്ല എന്നുള്ള ഒരു സംഭവമുള്ള കാര്യമാണ്. കുടുംബ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിച്ച കൂട്ടത്തിൽ ഇദ്ദേഹത്തിന് ഒരു അനുജനുണ്ട്, അക്കുട്ടൻ എന്നല്ലേ? ഷാജി അക്കുട്ടൻ എന്നാണ്. അത് എനിക്ക് ഈ ഇവരുമായിട്ടുള്ള കുടുംബ ബന്ധം ഇദ്ദേഹം പറയുന്നത് അക്കുട്ടൻ എന്നാണ്, അച്ചായൻ പറയുന്നത് അക്കുട്ടനാണ്. ഈ രാജനും അക്കുട്ടനും കൂടെ ചേർന്നാണ് പ്രകാശ് ടെക്സ്റ്റൈൽസ് ആൻഡ് അദ്ദേഹം ബുദ്ധിപൂർവ്വം കണ്ട കാര്യമാണ്. ഈ ബിസിനസ് നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ സൗത്ത് സ്റ്റേറ്റ് മുമ്പ് വന്നതിന് മുമ്പ് അദ്ദേഹം പ്രത്യേകിച്ച് പറഞ്ഞു, രാജ ഇപ്പോൾ ഏതായാലും ഇത് ഈ കട നല്ല ഇഷ്ടമാണ്, നിൻ്റെ കെയർ ഓഫിൽ പോകുന്നുണ്ട്, അക്കുട്ടന് ഇതേ MG റോഡിൽ വേറെ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യണം, ഇല്ലേ? അദ്ദേഹത്തിന് ദീർഘവീക്ഷണമാണത്. ജ്യേഷ്ഠനുജനും വിവാഹിതരാണ്, അതുകൊണ്ട് വീണ്ടും വരുമ്പോഴത്തേക്ക് വീണ്ടും കുടുംബത്തിൽ നിന്നിരിക്കുമ്പോഴത്തേക്ക് സ്പ്ലിറ്റായിട്ട് വേറെ വ്യാപാരത്തിലേക്ക് മോൻ ഇളയമന് ഒരനിയനല്ലേ ഉള്ളൂ, മറ്റു സഹോദരിമാരല്ലേ? ഒരു സഹോദരിയുടെ മകള് ആലോലമാരുന്ന കാറ്റെന്നുള്ള പാട്ട് പാടിയിട്ടുണ്ട് നമ്മുടെ ഈ ഉപഹാരത്തിൽ, അഭിനയിച്ചിട്ടുണ്ട്. മോൾ ആലുവ അല്ലേ? ഇതിങ്ങനെ ഓരോ കെട്ടടിക്കും തോറും വന്നോണ്ടിരിക്കുകയാണുള്ളത്. സിനിമ ഫാമിലിയാ. എന്നിട്ട് ആ മോളാണ് മമ്മൂട്ടിയുടെ മോളായിട്ട് അഭിനയിച്ചത്. ഉപഹാരത്തില് ആ കുട്ടി ലിഫ്റ്റിൽ നിന്ന് വീണിട്ട് കണ്ണ് നഷ്ടപ്പെടുവാണ്. ആ കണ്ണ് നഷ്ടപ്പെടുന്ന കുട്ടിക്കാണ്
അല്ല ശോഭനയുടെ കണ്ണ് ഇഷ്ടപ്പെടും, അങ്ങനെ കണ്ടല്ലേ? അല്ല, ആ കുട്ടിയുടെ കണ്ണെടുത്ത് ശോഭനയ്ക്ക് വെച്ചു കൊടുക്കും. അങ്ങനെ. അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ ഇദ്ദേഹത്തിന്റെ ഫാമിലിയിൽ ഇനി പറയാനുണ്ട്, ഇവർ ഗായക സംഘം, ഇവരുടെ വീട്ടില് അഭിനയിക്കാത്തവരുടെ ലിസ്റ്റ് എടുക്കുവാണ്. അതാണ് എളുപ്പം തോന്നുന്നു. അങ്ങനെ പറഞ്ഞു വരുമ്പോ എല്ലാരും എല്ലാവരും അഭിനയിക്കും വന്നിട്ടുണ്ട്. ഇതൊന്നും വേണ്ട. എൻ്റെ രണ്ടാമത്തെ ബ്രദർ ജോസ് പ്രകാശ് കഴിഞ്ഞാൽ തൊട്ട് താഴെയല്ല മേജർ ആന്റണി, പുള്ളി ക്യാപ്റ്റനായിരുന്നു. പുള്ളി ഒരു ദിവസം ഈ അവധിക്കൊക്കെ വന്നാൽ പറഞ്ഞു, എടാ എനിക്ക് നീ സിനിമയൊക്കെ എടുക്കുന്നുണ്ടല്ലോ, എനിക്കൊരു സിനിമയിലൊക്കെ അഭിനയിക്കാം. അപ്പോൾ കാണാക്കൂലിൻ്റെ ഷൂട്ടിങ് നടക്കുക, എൻ്റെ കാണാക്കൂയിൽ കോട്ടയത്തെ ഷൂട്ടിങ്. അപ്പോൾ ഒരു SP യുടെ റോളുണ്ട്. ശിവകുമാർ സാറിന് പറഞ്ഞു, സാറേ ഇങ്ങനെ എൻ്റെ ജ്യേഷ്ഠനുണ്ട്, ഒന്ന് അതിന് എന്നെ വിളിക്കുക. പുള്ളിയെ കണ്ടപ്പോൾ തന്നെ പറഞ്ഞു, പുള്ളി ഒരു മേജറും കൂടിയാണ്. ഒരു കുഴപ്പമില്ല. ഡ്രസ്സ് കൊടുക്കാൻ പറഞ്ഞു. ഡ്രസ്സ് കൊടുക്കാൻ വന്നപ്പോഴത്തേനും അവിടുത്തെ ഒരു പോലീസ് ഓഫീസറെ ഡ്രസ്സ് കൊണ്ടുവന്നപ്പോഴത്തേനും പുള്ളിക്ക് പാൻറ്റ് ശരിയാകുന്നില്ല. അവസാനം ഷർട്ട് മാത്രം ഇട്ട് അടിയിൽ മുണ്ടുകൊടുത്ത് ടേബിളിന്റെ അടിയിൽ ഇരുത്തി. അങ്ങനെയൊക്കെ ചെയ്ത കാലമുള്ളത്. ഇന്ന് ചെയ്യില്ല. ഇന്ന് അങ്ങനെയുള്ള അന്ന് എത്ര ഷോട്ടുകൾ അവിടെ 12 ദിവസം 13 ദിവസത്തോളം ഒരു പടം തീരും. സമയത്ത് ജോസ് പ്രകാശ് എന്ന അതുല്യ അഭിനേതാവിനെ കുറിച്ച് നമ്മളോട് ഇപ്പോൾ ഓർമ്മകൾ പങ്കുവയ്ക്കുന്നു തിരക്കഥാകൃത്തും സംവിധായകനും നടനുമായ രഞ്ജി പണിക്കർ. എനിക്കൊന്ന് ജോസ് പ്രകാശ് സാറിൽ അങ്ങനെ പതിഞ്ഞ ഭാവങ്ങളിലൂടെ, അതിൻ്റെ പാകതയിലൂടെ, അതിൻ്റെ പക്വതയിലൂടെയൊക്കെ ഒരു കഥാപാത്രത്തെ ആവിഷ്കരിക്കാൻ പോകുന്ന തരം മറ്റൊരു നടൻ കൂടിയുണ്ട് എന്ന് ഒരുപക്ഷെ മലയാളികൾക്ക് അല്ലെങ്കിൽ ആ കാലത്തെ പ്രേക്ഷകർക്ക് അത് ബോധ്യമുണ്ടായിരുന്നിരിക്കാം. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു പുതിയ അനുഭവമായിരുന്നു. കാരണം ഞാൻ സ്കൂൾ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ പിന്നീട് കോളേജ് കാലഘട്ടത്തിലൊക്കെ സിനിമകൾ കാണുമ്പോൾ ജോസ് പ്രകാശ് എന്ന നടൻ ഏറ്റവും ക്രൂരമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്ന ആളാണ്. സത്യത്തിൽ ഒരു നായക കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ പോകുന്ന ആ കാലഘട്ടത്തിലെ മാനദണ്ഡങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ആകാരഭംഗിയുള്ള, ഏറ്റവും സൗന്ദര്യമുള്ള ഒരു പുരുഷ സാന്നിധ്യമായിരുന്നു അദ്ദേഹം മലയാള സിനിമയിൽ. അപ്പോൾ ഒരു ക്യാരക്ടർ വേഷത്തിലേക്ക് അദ്ദേഹത്തിനെ പരിഗണിക്കുമ്പോൾ എനിക്ക് സന്ദേഹമൊന്നും ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് അത് ഭംഗിയാക്കാൻ പറ്റുമെന്നുള്ള കാര്യത്തിലൊന്നും യാതൊരു സന്ദേഹവും ഉണ്ടായിരുന്നില്ല. ഇത്രയും പരിചയസമ്പന്നനായ നടൻ എന്ന നിലയ്ക്ക് ഏത് തരത്തിലുള്ള ഭാവപകർച്ചയും അദ്ദേഹത്തിന് സാധ്യമാണ് എന്ന് ഉത്തമ വിശ്വാസമുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം അത് ആ ക്യാരക്ടറിന് ഒരുപക്ഷെ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ലാത്ത തരത്തിൽ ഒരു ദൈന്യതയും അതിൻ്റെ ഒരു വലിയ ചരിത്രം പേറുന്ന ഒരു കഥാപാത്രമായി അല്ലെങ്കിൽ ഒരു മനുഷ്യനായി അതിനെ മാറ്റിയെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് പത്രത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു സംഭാവന എന്ന നിലയ്ക്ക് ഞാൻ കാണുന്നത്. വീണ്ടും നമ്മൾ ആലോചിക്കുമ്പോൾ വലിയ കൗതുകം തോന്നുന്നൊരു കാര്യം എന്ന് പറയുന്നത്, ഗായകനാകാൻ വേണ്ടി വന്നു, ആകാൻ ആഗ്രഹത്തിൽ വന്നല്ല, നല്ല പാട്ടുകാരനായിരുന്നു. അല്ലെങ്കിൽ ഒരു 8-10 സിനിമകളിൽ പാടില്ലല്ലോ. പിന്നെ ഈ രീതിയിൽ ഈ പറഞ്ഞ പോലെ അഭിനയത്തിലേക്ക് പോയതുകൊണ്ടാണ് പാടാഞ്ഞത്. പാട്ടിനെ കുറിച്ച് ഇഷ്ടമാണെന്ന് ഇപ്പം രഘുമാർ സാർ പറഞ്ഞു, എല്ലാവരും പറഞ്ഞു. ദാസേട്ടന്റെ പാട്ടുകളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഉള്ളപ്പോഴും അദ്ദേഹം സ്വന്തമായിട്ട് പാടിയ ഒരു പാട്ട് അദ്ദേഹത്തിന്റെ അനിയൻ എന്നുള്ള നിലയിൽ പ്രേംപ്രകാശ് സാർ പാടിയാൽ അത് ഗംഭീരാവും. എനിക്ക് ഈ ചേട്ടൻ പാടിയ എല്ലാ പാട്ടുമൊന്നും അറിയാൻ മേല. ചില പാട്ടുകളുടെ കുറേ വരികൾ അറിയാം. അതിലാദ്യം റെക്കോർഡ് ചെയ്തത് ശരിയോ തെറ്റോ എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടിയാണ്. അതിൽ തിക്കുറിശി ആണ് അത് എഴുതിയിരിക്കുന്നത്. ശരിക്കും ആ ട്യൂൺ ഹിന്ദിയിൽ നിന്ന് കടമെടുത്തതാണ്. ജ്യേഷ്ഠൻ സൈകളുടെ വലിയ ആരാധകനായിരുന്നു, പിന്നെ മുഹമ്മദ് റഫിയുടെ ആരാധകനായിട്ട് മാറി. എങ്കിലും സൈകളിൻ്റെ പാട്ടുകൾ ഒരു സമയത്ത് കൂടുതൽ പാടുമായിരുന്നു. സോജ രാജകുമാരിയൊക്കെ പാടുമായിരുന്നു. ഏതാണ്ട് സൈകൾ പാടിയ ഒരു താൻസേൻ എന്ന് പറഞ്ഞ പടത്തിലെ ഒരു അതേ ട്യൂൺ ഇങ്ങോട്ട് കടമെടുത്ത് ഒരു പാട്ടുണ്ട്. അത് ഞാൻ കുറച്ച് പാടാം. ഓക്കെ. കണ്ണു നീരു നീ ചൊരിയാതെ, നിയതിയെ പഴിക്കാതെ, മനുജ മായ മായ നീ കാൺപതൻ സഹജ. കണ്ണു നീരു നീ ചൊരിയാതെ, നിയതിയെ പഴിക്കാതെ, മനുജ മായ മായ നീ കാൺപതൻ സഹജ.
നല്ല നല്ല പാട്ടാണ് ഇതാണ് അദ്ദേഹം ആദ്യമായിട്ട് പാടിയ പാട്ട്. പാടിയ പാട്ട്. പിന്നെ ബിഷപ്പിന്റെ വിളിയിലും ഒക്കെ പാടിയിട്ടുണ്ട്. അത് കൂടുതലും പീലിയിലെയും CK രേവമ്മയൊക്കെയാണ് കൂടെ പാടിയത്. ഡ്യുവറ്റുകളായിരുന്നു പാടിയിട്ടുള്ളത്. അതൊക്കെ ഡ്യുവറ്റുകളാണ്. ഓ. പിന്നെ ഉള്ളത് നാടകത്തിൽ കുറെ ഗാനങ്ങൾ റെക്കോർഡ് ചെയ്ത് പോയിട്ടുണ്ട്. അതിൽ വിഷമേഖല എന്ന് പറഞ്ഞ പടത്തിൽ നാടകത്തിൽ ഒരു നല്ല ഗാനമുണ്ട്, അത് പാടാം. അന്തിച്ചങ്കതിരാവൻ ആഴിയിൽ മറയുമ്പോൾ എന്തിനിങ്ങണഞ്ഞു നീ പൂനിലവേ. അന്തിച്ചങ്കതിരാവൻ ആഴിയിൽ മറയുമ്പോൾ എന്തിനിങ്ങണഞ്ഞു നീ പൂനിലവേ. ഈ ഭൂമി മരുഭൂവിൽ ഏകയായി വിരണ്ടോടി ആരെ നീ തിരയുന്നൻ പൂനിലവേ. അന്തിച്ചങ്കതിരാവൻ ആഴിയിൽ മറയുമ്പോൾ എന്തിനിങ്ങണഞ്ഞു നീ പൂനിലവേ. ഇങ്ങനെ കുറെ പാട്ടുകൾ പുള്ളി പാടിയിട്ടുണ്ട്. ബേബിച്ചാൻ എപ്പോഴെങ്കിലും കറിയാച്ചൻ 8ാമത്തെ അനിയനാണല്ലോ. അതെ. എടാ ഒന്ന് ഇന്ന് പാടിക്കേ എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട്. കാരണം ഹിന്ദി പാട്ടുകൾ ഞങ്ങൾ പരസ്പരം വീട്ടിൽ വന്നിരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാടും. ഞാൻ ജ്യേഷ്ഠൻ്റെ കാല് മുറിച്ച് കഴിഞ്ഞ് വീട്ടിൽ കാണാൻ പോകുമ്പോൾ എൻ്റെ മക്കള് ബോബിയും സഞ്ജയും പുള്ളിക്ക് സ്ഥിരം കേൾക്കാനായിട്ടൊരു സെറ്റപ്പ് റേഡിയോ കൊണ്ട് കൊടുത്തു. മുഴുവൻ സൈക്കിളിൻ്റെയും റഫീയുടെയും പാട്ടാണ്. അതിരുന്ന് പാടിയിട്ട് ഞാൻ അങ്ങോട്ട് ചോദിക്കും, ബേച്ച ഇതേത് പടത്തിലെ എടാ അത് ഈ ഇന്ന പാട്ട് ദിലീപ് കുമാറല്ലേ ആ സീനിൽ അഭിനയിച്ചിരിക്കുന്നത്, അല്ലാതെ ദേവാനന്ദല്ലേ, ഇതെല്ലാം പറയും. ഇതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഈ സംഭവം പറഞ്ഞത് പാട്ട് ഹിന്ദി പാട്ടൊരു ജീവനായിരുന്നു പുള്ളിക്ക്. യാതൊരു സംശയം. ഈ പറഞ്ഞതെല്ലാം ഇദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ട്. അത് ഞാനെന്തോ രഹസ്യം പറയുന്ന പോലെ തോന്നി. അദ്ദേഹം സംസാരിക്കുമ്പോൾ ഇടയിൽ കയറിയിട്ട് ഞാൻ ലാത്തി അടിക്കേണ്ട മൈക്ക് വെച്ചിട്ടുണ്ടെന്ന് രഹസ്യം ചില സമയത്ത് ചില സമയത്ത് പരിസരം വിട്ട് പറഞ്ഞു പോകും. പറഞ്ഞു വെച്ചോ, ഈ അദ്ദേഹം പറഞ്ഞത് ഇതല്ല എന്നോട് അച്ഛൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞത് ഞാൻ രാജനോട് ഓർമ്മിപ്പിക്കുക. അല്ല അതന്നെ പറഞ്ഞു, ഈ മൈക്കുള്ളവർ അവിടെ അതെ തീവണ്ടി വിളിക്കേണ്ടി വരും തോന്നുന്നു. രാജനെയും അക്കുട്ടനെയും സ്ട്രിക്റ്റ് ആയിട്ട് വളർത്തിയ അച്ഛനാണ്. മക്കളോട് നിങ്ങൾ മുമ്പ് വെച്ച് പാടിയിട്ടുണ്ടോ? നിങ്ങളുടെ മുമ്പിൽ അച്ഛൻ പാടിയിട്ടുണ്ടോ? പിന്നെ ഈ തീനാളങ്ങൾ എന്ന് പറയുന്ന പടത്തില് ജയൻ, ഷീലാമ്മ, സീമ, ഞാൻ, ജോസേട്ടൻ, ഒപ്പ ഇതിലില്ലേ ആ സിനിമയില്? ആ സിനിമ. പക്ഷെ അപ്പോഴും നിങ്ങളൊക്കെ എന്തായാലും ഹീറോ തന്നെയല്ലേ, അല്ലാതെ അപ്പുറത്തെ സംഘത്തിൽ ഇതുവരെ വർക്ക് ചെയ്തിട്ടില്ലല്ലോ. ആരെ? ഈ വില്ലന്മാരുടെ സംഘത്തിൽ ഇതുവരെ വർക്ക് ചെയ്തിട്ടില്ലല്ലോ. ഒറ്റ പടം ചെയ്തിട്ട് ഒറ്റ പടം വില്ലനായിട്ട് ചെയ്തു. ഓ, അതേതാണ്? IV ശശിയുടെ അങ്ങാടി. ആ, ഹീറോ ആയിട്ട് ഞാൻ ഒരുപാട് പടങ്ങൾ ചെയ്യുമ്പോ ജയൻ എനിക്ക് വില്ലനായിട്ട് ചെയ്തിട്ടുണ്ട്. അതിലാണ് നിന്റെ നാക്ക് ഐ വിൽ പുൾ ഔട്ട് യുവർ ടങ് ബ്ലഡി എന്നോട് പറയുന്നത്. നിങ്ങൾ സീമയും കൂടെ കാറിൽ പോകുമ്പോ അപ്പൊ ശശി എന്ന് പറഞ്ഞു. അപ്പൊ അതുവരയ്ക്കും ശശിക്ക് സോമനായിരുന്നു ഹീറോ ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. പെണ്ണോട് എടാ ഈ പടത്തിൽ നീ ഞങ്ങൾ പടം സെട്ടി സാറിന് വിളിക്കും, ശശിയെ ഡയറക്ടർ സാറിന്. വെളിയിൽ ഞങ്ങൾ വളരെ ക്ലോസ് ആണ്. ജയൻ ഇതിൽ ഹീറോ ചെയ്യട്ടടാ, നീ വില്ലനായിട്ട് ചെയ്യുമെന്ന്. ഞാൻ പറഞ്ഞു ചെയ്യാം. എനിക്ക് ശശിയോടുള്ള ധൈര്യം. കൂലീസ് എന്ന് പറയും, കൂലീസ് ഡയലോഗ് ഇല്ലേ, ബ്ലഡി കൂലീസ്. ബ്ലഡി കൂലീസ് എന്ന് പറയുമ്പോൾ പുൾ ഔട്ട് യുവർ ടങ്. ബ്ലഡി കൂലീസ്. What your tongue? What did you say? You say that once more. I'll pull out your tongue. അതായത് രവികുമാർ സാർ അന്ന് എന്തോ ആവശ്യമില്ലാത്ത ഇംഗ്ലീഷ് പറയും. ട്രോളി പുള്ളേഴ്സ്. But we are not beggars. അത് തന്നെ കറക്റ്റ്. You tell that word once more. I'll pull out your tongue. അതെ അതെ, അതാണ്. അപ്പൊ അതിൽ വില്ലൻ നല്ല വേഷമല്ലേ? വില്ലനാണേലും അങ്ങനത്തെ ഒരു അല്ല അങ്ങനെയല്ല. ആ വില്ലൻ വേഷം എനിക്ക് നല്ല പേര് കിട്ടി. അത് ആ ഡയറക്ടറിനെ കഴിയും. അതെ, ആ ക്യാരക്ടറിനെ കൊണ്ടുപോയത്. അപ്പൊ എനിക്കൊന്നല്ല, ഞാൻ ജയനും ബേബിയാണ് വിളിക്കുക, ബേബി ചായനാ വിളിക്കുക. ഇവരൊക്കെ എന്നെക്കാട്ടിലും മുമ്പ് രാജനാണ് പരിചയം ജയനെ. എനിക്ക് ഓർമ്മയുണ്ട്, പറയാൻ പാടില്ല, രാജന്റെ ഷർട്ടൊക്കെ ഇട്ടുകൊണ്ടാ വരിക അവിടെ. ജയൻ സാറ്
ശരിയാണ് ശരിയാണ്. ഉം. അല്ല അങ്ങനെ അല്ല, അതിപ്പോ പറഞ്ഞത് കാരണം ഈ സിനിമയിൽ എത്തിക്കുന്ന ഒരു സമയം തൊട്ട് സിനിമയിലാവുന്നതിന് ജയൻ മുമ്പുള്ള വരാൻ ബന്ധമല്ലേ? കാരണം രാജനാണ്. രാജനുമായിട്ടുള്ള രാജനായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പും പിന്നെ പപ്പ ഇൻട്രൊഡ്യൂസ് ഞാൻ അതാണ് നമ്മുടെ ഈ ഒരു പരിപാടി ഇങ്ങനെ കണ്ട് കണ്ട് മുന്നിലേക്ക് ഞാൻ ഒരിക്കൽ കൂടി എടുത്തു പറയണം. നമ്മള് മലയാളികൾ ഇത്രയും ആളുകള് ജയൻ സാറിനെ ആരാധിക്കുകയും ഇഷ്ടപ്പെടുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ജയൻ എന്ന് പറയുന്ന ഒരു അനശ്വര നടൻ സിനിമയിലേക്ക് എത്താൻ കാരണക്കാരനായ ഒരാളാണ് ഇവിടെ ഈ ഇരിക്കുന്നതെന്ന് പറയുന്നത് അല്ലേ? അത് തീർച്ചയായിട്ടും നേരിട്ട് കാണും നിങ്ങള് ഈ ഇരിക്കുന്ന ആളാണ് അതിന്റെ പുറകിലുള്ളത്. ഹാർഡ് വർക്ക്. എത്തുകയും കൃഷ്ണൻ നായർ എന്നുള്ള പേര് മാറ്റി ജയൻ എന്നിടുകയും ചെയ്തത് ബേച്ചാനാണെന്നുള്ളത് പറഞ്ഞു. അപ്പോഴും രണ്ടുപേരും അപ്പൊ ഒന്ന് പറയണം, കൂടെ ഇവിടെ റഹ്മാനെ കൊണ്ടുവന്നോ? ആ. ആരാ? രണ്ടുപേരല്ലേ? രണ്ടുപേരുമാണ്. അതെ. കൂട്ടി വെച്ചാണ്. ഈ എനിക്കൊന്ന് ഈ അന്ന് കാലത്ത് ഈ ഇൻഡോറുകളിൽ നിന്ന് സിനിമ പുറത്തേക്ക് ഇറങ്ങിയത് ഓളവും തീരും എന്ന് പറയുന്ന ഒരു പടത്തിലാണ് ഔട്ട്ഡോർ തുടങ്ങുന്നത്. അതിനകത്തും ജോസ് പ്രകാശ് സാറാണ്. അല്ല, അതിന്റെ അനുഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കാരണം ഇവര് ഒരു സീനുണ്ട്, മധുവും ജ്യേഷ്ഠനും കൂടെ തമ്മിൽ ഒരു ഫൈറ്റ് സീനുണ്ട്. അപ്പൊ അത് ഇതിന്റെ എല്ലാം പടമെല്ലാം കണ്ടു കഴിഞ്ഞ ഒരു ദിവസം ഞാൻ ബേച്ചാനോട് ചോദിച്ചു, ഇത് എങ്ങനെയായത്, സ്റ്റണ്ട് എങ്ങനെയാ ബേച്ചാൻ അറിയാതെ? അന്ന് മാസ്റ്റർ ഇല്ല. ഇല്ല. അപ്പൊ PM മേനോൻ സാറ് പറഞ്ഞു, ദേ ഇതിന്റെ മാസ്റ്റർ ഒന്നുമില്ല, ഇത് ചെലവ് ചുരുക്കി എടുക്കുന്ന പടമാണ്. അന്ന് ബക്കർ അതിന്റെ പ്രൊഡ്യൂസർ, പൈസ ഒക്കെ കുറവുള്ള സമയമാണ്. അതുകൊണ്ട് നിങ്ങൾ തമ്മിലങ്ങ് അടിച്ചോ. ഇതാണ് പരിക്കും പറ്റി പരിക്കൊക്കെ പറ്റി. പിന്നെ പറ്റാണ്ടിരിക്കുമോ? പരിക്കൊക്കെ പറ്റി. ഈ ഫൈറ്റ് സീനിൽ ഒരു സീനിൽ മമ്മൂട്ടിയും ജ്യേഷ്ഠനും കൂടെയുള്ള എന്തോ ഒരു ഫൈറ്റ് സീനില് ജ്യേഷ്ഠനൊരു ചെറിയൊരു താഴെയിലോട്ട് മറിഞ്ഞ് മമ്മൂട്ടിയെ പിടിച്ച് കയറ്റുന്നൊക്കെ ഒരു രംഗം. അതെ, മമ്മൂട്ടിയെ പിടിച്ച് കയറ്റി. ഏത് ഇങ്ങനെ പുള്ളി ഇരിക്കുകയാണ്. അവസാനം പുള്ളിനെ താഴെ പോയി. അല്ല, അന്ന് ഇപ്പോഴുള്ള അത്ര സേഫ്റ്റി മെഷർ ഒന്നും ഇല്ലല്ലോ. ഈ മമ്മൂക്കയുടെ കാര്യം ഇപ്പൊ പറഞ്ഞോണ്ട് പറയാം. മമ്മൂക്ക എന്നോട് ഒരിക്കൽ നമ്മൾ ഈ ഇടയ്ക്ക് ഒരു വലിയ താരനിശ നടക്കുമ്പോൾ അവിടെ ഇരുന്നിട്ട് പറഞ്ഞൊരു ഓർമ്മയില് രവികുമാർ സാറുണ്ട്. അതായത് ജോഷി സാറിന്റെ ആദ്യത്തെ പടം ടൈഗർ സലീം എന്ന് പറയുന്ന പടം, അതിന്റെ ഷൂട്ടിംഗ് എറണാകുളത്ത് കിടക്കുമ്പം രവികുമാർ സാറ് മുന്നിൽ ബൈക്കിൽ പോകുന്നു. 100 ബൈക്ക് എങ്ങാണ്ട് ചേസിങ്, 100 ബൈക്ക് എറണാകുളത്ത് അന്ന് MG റോട്ടില് എന്താ കാണിച്ചു കൂട്ടിയേക്കുന്നല്ലേ? ഇന്ന് ചിന്തിക്കാൻ പറ്റത്തില്ല. 100 ബൈക്ക് തന്നെ അന്ന് സംഘടിപ്പിക്കാൻ നല്ല പാടല്ലേ. പിന്നല്ലേ ഇത് 100 ബൈക്കിൽ. അത് നമുക്കൊക്കെ കോളേജ് പഠിക്കുമ്പം കോളേജിന്റെ മുന്നിൽ കൂടെ നിങ്ങളുടെ ഷൂട്ടിംഗ് പോകുന്നു. അതിങ്ങനെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ നിങ്ങളുടെ ഷൂട്ടിംഗ് കണ്ടിട്ടുണ്ട് പഠിക്കുമ്പോ എന്ന് പറഞ്ഞിട്ടുണ്ട്. കമലഹാസൻ സാറുമായിട്ടും ജോസ് പ്രകാശ് സാറും ഇല്ലാതെ കിടന്നപ്പം വീട്ടിൽ കാണാൻ വന്നു. വളരെയധികം അടുപ്പമാണ്. ഭയങ്കര തമാശ. ഞങ്ങൾ ആലോചിച്ച് ഇത്ര അടുപ്പം ഏതോ 1-2 പടത്തിലേ അഭിനയിച്ചിട്ടുള്ളൂ. പക്ഷേ ഭയങ്കര ബഹുമാനവും തമാശയുമാണ്. അവർ പറയുന്നത് അവർ രണ്ടുപേരും കൂടെ മാറി എന്നൊക്കെ എന്തൊക്കെയാണ് പറയുന്നത് കേട്ടു. ഭയങ്കര ചിരിയും തമാശയൊക്കെ, സന്തോഷം തോന്നി. കാരണം എൻ്റെ മകൻ സഞ്ജയ് ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മദ്രാസിൽ പോകാറുണ്ട്. എന്തോ ഒരു ചർച്ചയുണ്ട് കമലഹാസനോട്ട്. ചെല്ലുമ്പോഴേ ചോദിക്കുന്നത് ബേച്ചാനെയും പഴയ കാര്യങ്ങളും പണ്ട് ഒരുമിച്ച് അഭിനയിച്ച സമയത്തെ സത്യവാൻ സാവിത്രി എന്തൊക്കെ പടങ്ങളൊക്കെ ഉണ്ട്, അലാവുദ്ദീനും അത്ഭുതങ്ങളൊക്കെ. അപ്പൊ ആ സമയത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുമെന്ന് പറഞ്ഞു. ഭയങ്കര ഓർമ്മകളെ ഈ പറയുമ്പോഴാണ് ഞാനെന്ന് ഓർക്കുന്നത്, നസീർ സാറെ പറഞ്ഞ അസൈന്നല്ലേ പറയുള്ളൂ, ബേബിച്ചാനെ അളിയാന്നാ വിളിക്കുന്നത്. ജോസ് പ്രകാശ് സാറിനെ നസീർ സാർ ഇങ്ങോട്ട് അളിയാന്നാ വിളിക്കുക. കണ്ടോ? ഇതൊക്കെ എനിക്ക് അദ്ദേഹത്തിന് കിട്ടിയ അറിവാണ്, അദ്ദേഹം ഇതുവരെ കിട്ടിയ അറിവല്ല. ബേബിച്ചാൻ്റെ സത്യമായിട്ടുള്ളത്. ബേബിച്ചാൻ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ പറയുന്നത് കേട്ടാ. പുള്ളി സിംഗപ്പൂർ ബർമ്മയിലൊക്കെ പോയത് 1942 കാലത്ത് 2ാം ലോക മഹായുദ്ധം ഇതെല്ലാം അച്ഛൻ ഞങ്ങളോട് പറയാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഈ മക്കളെടുത്ത് പറയാൻ പറ്റത്തില്ല. 8ാമത്തെ അനിയനും മോനെ പോലെയാ. പിന്നെ ആരോടെങ്കിലും പറയണ്ടേ? അമ്മയോട് പറയാം, പുള്ളിക്കാരത്ത് പറയാൻ പാടില്ല. പുള്ളിക്കാരത്ത് എപ്പോഴും ഹൗസ് വൈഫ് എന്ന് പറഞ്ഞാൽ മക്കളെ അച്ഛനെ ഊട്ടാൻ വേണ്ടി മാത്രം വിളിച്ചിരിച്ച ഒരമ്മ, അവിടുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടേ പറയുകയാണ്. അപ്പോൾ ഇതൊക്കെ പറയാനായിട്ട് ഒന്നൊരു ബഹിർസ്ഫുരണം വേണ്ടേ? അപ്പം ഞങ്ങളെപ്പോഴുള്ള ആൾക്കാരെ കിട്ടിയാൽ പിന്നെ എനിക്ക് നല്ല അവിടെ പോയി അച്ഛൻ്റെ കൂടെ പോയി നല്ല മീൻകറി കൂട്ടിയിട്ട് ഇവിടെ വീട്ടിലല്ല സ്വാമീസ് ലോഡ്ജിൽ അവിടെ വെച്ചാൽ ഇതൊക്കെ പറയുന്നേ. ഇതൊക്കെ പറയുമ്പോൾ ശങ്കരാടി ചേട്ടനുണ്ട്, നെല്ലിക്കോട് ഭാസ്കരനുണ്ട്, വറവ് ഭരതൻ സുന്ദര എന്നാ വിളിക്കുന്നത്. സുന്ദരനെയൊക്കെ ഇവർക്കൊരു തമാശ, പുള്ളി പ്രത്യേക സ്വഭാവം. പുള്ളി ജോളി ടൈപ്പാ.
ഭരതേട്ടൻ ഭയങ്കര അല്ല അവിടെ വേറൊരു പ്രത്യേകത അറിയോ, ടോയ്ലറ്റിൽ ഇവരൊക്കെ രാവിലെ വരുന്നിട്ട് ആരും ടോയ്ലറ്റിൽ പോയില്ല, പത്രം വായിച്ചിരിക്കുള്ളൂ. പത്രം വായിച്ചിരിക്കെ ഭരതൻ ചേട്ടൻ പോയി കഴിഞ്ഞ് പോകുള്ളൂ. കാരണം പുള്ളി എന്ന് വെച്ചാൽ പുള്ളി ഇവിടെ കയറി കഴിഞ്ഞാലേ പുള്ളി കയറി ഒരു പുള്ളി ആ ഒരു സോപ്പ് വെച്ച് കംപ്ലീറ്റ് ആ ബാത്റൂം കോരുന്ന മറ്റേ ഇതില്ലേ അതൊക്കെ സോപ്പിട്ട് കഴുകി നീറ്റാക്കി എന്നിട്ടേ പുള്ളി പുള്ളി പുറത്തിറങ്ങുള്ളൂ. പിന്നെ ഇവർക്ക് സൈഫൈഡ് കയറാം ഒക്കെ നീറ്റായി. അത് കേട്ടിട്ടില്ലേ? ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് അയ്യോ, ഞാനിത് എവിടെ കേൾക്കാട്ടാ. ആ സംഭവം സ്നേഹമുള്ള സമയത്ത് പുള്ളിയുടെ പേര് തന്നെ സംശയം വരുന്ന പറവൂർ ഭരതൻ എനിക്ക് പരിചയമുണ്ട്. ഞാൻ സലീം കുമാറേട്ടന്റെ ട്രൂപ്പിലായിരുന്നല്ലോ 25 വർഷം മുമ്പ് തുടങ്ങുന്നത്. അപ്പം ഞങ്ങളുടെ ട്രൂപ്പിന്റെ റിഹേഴ്സൽ തുടങ്ങുമ്പോൾ പറവൂർ ഭരതൻ അത്രയും സിനിമകളുടെ തിരക്കില്ലാത്ത സമയം ഞങ്ങളുടെ റിഹേഴ്സൽ നടക്കുന്ന സ്ഥലത്ത് വന്നിരുന്ന് അദ്ദേഹം നമ്മുടെ ട്രൂപ്പിന്റെ റിഹേഴ്സലൊക്കെ കാണുകയും ഇടയ്ക്ക് ഇങ്ങനെ ഈ ഒരു പ്രദേശങ്ങളിലുള്ള കഥയൊക്കെ പറയും. പക്ഷെ അദ്ദേഹത്തിന്റെ കാര്യമുണ്ട് ഇതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടില്ല. ഭരതേട്ടനെ സുന്ദര ഫേമസ് ഭരതേട്ടനെ സുന്ദര എന്ന് വിളിക്കുമ്പോൾ ഞാൻ ആരും ഈ സുന്ദരൻ എന്നൊക്കെ ഭരതേട്ടൻ വരും. അപ്പോഴത്തേക്ക് ചോദിക്കും നീ സുന്ദരനാ? അപ്പൊ ഭരതേട്ടൻ കളിയാക്കും കൊണ്ടല്ലോ അവൻ സുന്ദരനാണെന്ന് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോന്ന് പറയും. അപ്പോഴുള്ള അവരുടെ ആ സ്നേഹത്തിന്റെ വലിയ കാര്യമാണ്. ഈ നസീറും ചേട്ടനുമായിട്ടുള്ള ഒരു സ്നേഹബന്ധത്തെ പറ്റി പറഞ്ഞല്ലോ. ഏതോ ഒരു ഷൂട്ടിങ്ങിന് പോയപ്പോൾ ഒരു മുറിയാണ് ഇവർക്ക് കൊടുത്തത്, ഒരു കട്ടിലേ ഉള്ളൂ. അപ്പം ഷൂട്ടിങ് കഴിഞ്ഞ് വന്നപ്പം എവിടെ കിടക്കുമെന്നുള്ളതായിപ്പോയി. അപ്പം വെച്ചാൻ പറഞ്ഞു അളിയൻ കട്ടിലേ കിടന്നു, ഞാൻ താഴെ കിടക്കും. ഇല്ലില്ല, അളിയൻ തന്നെ കട്ടിലേക്ക്. അങ്ങനെ ജ്യേഷ്ഠനെ കട്ടിലേക്ക് കിടത്തിയിട്ട് ഇല്ല, അവസാനം അവർ തീരുമാനത്തിൽ കട്ടിൽ മടക്കി വെച്ചു. ഇത് ആ ഭയങ്കര ഇതൊക്കെ പറഞ്ഞു മടക്കി വെച്ചിട്ട് അതുപോലെ ഒരു അടുപ്പം ഉണ്ടായിരുന്നു. ഞാൻ ഇപ്പോഴും ഓർക്കും ഇവരുടെ കല്യാണത്തിന് നസീർ വീട്ടിൽ വന്നതും എന്റെ പെങ്ങന്മാരുടെ കല്യാണം. ഞങ്ങളുടെ വീട്ടിലെ തറവാട്ടിലെ പെങ്ങന്മാരുടെ ഒക്കെ കല്യാണത്തിന് SP പിള്ള, അന്നത്തെ മിസ് കുമാരി, മുത്തയ്യ, അന്നത്തെ സിനിമ ഇൻഡസ്ട്രി ഫാമിലി മാറിയായിരുന്നു. അവരൊക്കെ വരുമായിരുന്നു കേട്ടോ. എന്റെ വീട്ടിലുള്ളതെന്നുണ്ടെങ്കിൽ എല്ലാവരും വരും, നല്ലതിനും ചീത്തയും എന്ത് നടന്നാലും. ഇത്രയൊക്കെ പറയുമ്പോഴും ടെലിവിഷന്റെ ഒരു ഏരിയയിലേക്ക് വന്നാൽ നമ്മൾ സിനിമ പറഞ്ഞു, പാട്ട് പറഞ്ഞു, ടെലിവിഷനിലെ മികായലിന്റെ സന്തതികൾ എന്ന് പറയുന്ന പരമ്പരയിൽ അഭിനയിക്കുകയും അതിന് അവാർഡ് വാങ്ങുകയും സ്റ്റേറ്റ് ടെലിവിഷൻ അവാർഡ് കിട്ടിയ അഭിനയത്തിനുള്ള അവാർഡും കൂടെ വാങ്ങിച്ചിട്ടുണ്ട് ഈ ഒരു ജോസ് പ്രകാശ് സാർ എന്ന് പറയുന്ന ആള്. ജോസ് പ്രകാശ് എന്ന അതുല്യ പ്രതിഭയുടെ ഓർമ്മകളുമായി നമ്മളുടെ മുന്നിലേക്ക് മറ്റൊരാൾ കൂടി എത്തുകയാണ്. പ്രകാശ് സാറിൻ്റെ കൂടെ ഒരു സിനിമയിലും ഒരു സീരിയലിലും അഭിനയിക്കാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. സിനിമ, പത്രം, അതിലാണ് ആദ്യമായിട്ട് അദ്ദേഹത്തിൻ്റെ ആ സിനിമയിലുള്ള പ്രസൻസ് എനിക്ക് എൻ്റെ കൂടെ ഉണ്ടായിട്ടുള്ളത്. പക്ഷേ സീരിയൽ അഭിനയിച്ചപ്പോഴാണ് കുറച്ചും കൂടി അടുത്ത് സംസാരിക്കാനും ഇതിനൊക്കെയുള്ളൊരു അവസരം കിട്ടിയത്. വാവ എന്നുള്ള സീരിയലിലാണ്, അത് സൂര്യ TV-യിലായിരുന്നു ടെലികാസ്റ്റിംഗ്. അപ്പോൾ ഈ വാവ എന്ന് പറഞ്ഞാൽ അതിലെ നായികയുടെ മുത്തശ്ശനാണ് ജോസ് പ്രകാശ് സാർ. അപ്പോൾ അന്നാണ് കുറച്ചും കൂടി എനിക്ക് അദ്ദേഹമായിട്ട് കൂടുതൽ സംസാരിക്കാനും, അന്നാണ് ഞാൻ അറിയുന്നത് തന്നെ അദ്ദേഹം ഒരു ഗായകനായിട്ടായിരുന്നു ഈ മലയാള സിനിമ ഇൻഡസ്ട്രിയിലേക്ക് വന്നത് എന്നുള്ള കാര്യമൊക്കെ അപ്പോഴാണ് അറിയണം. വളരെ അത്ഭുതത്തോടു കൂടിയായിരുന്നു ആ കഥകളൊക്കെ ഞാൻ കേട്ടിരുന്നത്. പിന്നെ അദ്ദേഹം എന്താ പറയുക, ഒരു എലിഗൻറ്റ് പേഴ്സണാലിറ്റി. നമുക്ക് എന്താ പറയുക, അത്രയും ദൂരെ നിന്ന് ബഹുമാനിച്ച് അടുത്തേക്ക് വരാൻ തന്നെ നമുക്കൊരു ആ ഒരു ഗാംഭീര്യം കാരണം ആദ്യം അധികം സംസാരിക്കാൻ പോയില്ല. പക്ഷേ അദ്ദേഹം നമ്മളൊരു തുടക്കക്കാരനാണെന്നുള്ള രീതിയിലുള്ളൊരു പെരുമാറ്റമൊന്നും ആയിരുന്നില്ല നമ്മളോട്. വളരെ ഫ്രണ്ട്ലി ആയിട്ടായിരുന്നു നമ്മളോടൊക്കെ സംസാരിച്ചുകൊണ്ടും ഇരുന്നത്. അതൊരു ആ പഴയ കാലത്തെ ആർട്ടിസ്റ്റുകളുടെ ഒരു ഗുണമാണ്. ആ ഒരു സംസ്കാരം എന്ന് പറയുന്നാൽ നമ്മളിപ്പോഴത്തെ തലമുറയാണെങ്കിലും കണ്ടുപഠിക്കേണ്ടതാണ്. മറ്റ് എത്ര ജൂനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളെ ആണെങ്കിലും എത്ര തുടക്കക്കാരാണെങ്കിലും ഒക്കെ ബഹുമാനം നൽകുന്നതാണെങ്കിലും അവരെ എന്താ പറയുക, നന്മ അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നില്ല. അതെനിക്ക് വളരെയധികം ഗുണം ചെയ്തിട്ടുണ്ട് അദ്ദേഹമായിട്ടുള്ള ആ ഒരു അഭിനയം. ഈ എപ്പിസോഡിന്റെ ഇടയിൽ എവിടെയോ പറഞ്ഞതുപോലെ ഒരു വലിയ വിഭാഗം ആളുകൾ മുതല കുഞ്ഞുങ്ങളും പൈപ്പും ഒരു വില്ലനിസത്തിന്റെ മറുവാക്കുമായും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു നടൻ ഗായകനാകാൻ എത്തുന്നു. തിരിഞ്ഞ് സിനിമയുടെ സമസ്ത മേഖലകളിലൂടെ യാത്ര ചെയ്യുന്നു. നടൻ എന്നതിലുപരി ഒരു മനുഷ്യസ്നേഹി എന്ന നിലയിലും നമുക്ക് വളരെ പ്രിയപ്പെട്ട ജോസ് പ്രകാശ് സാർ, അദ്ദേഹത്തിൻ്റെ ഓർമ്മകളിലൂടെയായിരുന്നു ഇന്നത്തെ എപ്പിസോഡ് പോയത്. അദ്ദേഹത്തിൻ്റെ ജീവിതവുമായി വളരെ അടുത്ത് നിൽക്കുന്ന ആളുകൾ, ചലച്ചിത്ര പ്രവർത്തകരെല്ലാം അദ്ദേഹത്തെ അനുസ്മരിക്കുകയുണ്ടായി. രാജൻ ജോസഫ് സാർ, പ്രേംപ്രകാശ് സാർ, സയൻ സാർ, രവികുമാർ സാർ, നിങ്ങളുടെല്ലാം സാന്നിധ്യം വളരെ മൂല്യമുള്ളതായിരുന്നു. സാന്നിധ്യത്തിന് ഈ അവസരത്തിൽ ഓർമ്മയിലെന്നും എന്ന ഈ പരിപാടിയുടെ പേരിൽ ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. താങ്ക് യു. ഒരു കാര്യം പറയൂ. ഞാൻ അവസാനമായിട്ട് പപ്പയെ കാണുന്നത്, പപ്പ മരിക്കണ ഒരു എപ്പോഴാണ് മരിച്ചത്? 2012 മാർച്ച് 24. 11 12 വർഷം വന്നിരുന്നു.
എവിടെ ഊട്ടി? കൊച്ചി കൊച്ചി. ആ വന്നിരുന്നപ്പോൾ പപ്പ ഇങ്ങനെ കാല് മുറിച്ച് കിടക്കുകയാണെന്ന് കേട്ടിട്ട് ഞാൻ കുഞ്ചിനെ വിളിച്ചു പറയും, കുഞ്ച എനിക്ക് പപ്പയെ കാണണം. ഞാൻ കൊണ്ടുപോകാന്ന് പറഞ്ഞ് കുഞ്ഞ വന്നാണ് ഹോട്ടലിൽ നിന്ന് വിളിച്ച് കൊണ്ടുപോയി കാണുമ്പോൾ ഞാൻ കണ്ട പപ്പ വർഷങ്ങൾക്ക് മുമ്പ് പടങ്ങളിൽ കണ്ടിട്ട് പപ്പ അങ്ങനെ കിടക്കണത് കണ്ടപ്പോൾ എനിക്ക് ആകപ്പാടെ സങ്കടമായിപ്പോയി. അപ്പോൾ അടുത്തിരുന്നു പപ്പ. അപ്പോഴും അദ്ദേഹത്തിനൊന്നുമില്ലാതെ പഴയ മാറി ചിരിച്ച് കളിച്ച് സംസാരിച്ചുകൊണ്ട് ഇരിക്കുകയായിരുന്നു. കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ ഏത് പടം ചെയ്യണം, ഏത് സീരിയൽ ചെയ്യണം, അങ്ങനെയൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കണം. ഇടയിൽ എടാ എനിക്കൊരു സിഗരറ്റ് നടാന്ന്. അപ്പം എനിക്ക് ഭയങ്കര ഒരു ഇത്. അപ്പം അന്ന് രാജൻ്റെ അനിയൻ്റെ വീട്ടിലായിരുന്നു ഉണ്ടായിരുന്നു. അപ്പം അനിയൻ്റെ ഭാര്യ വളരെ സ്ട്രിക്റ്റായിട്ട് അവർ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, മോളെ ആഗ്രഹിച്ച് ചോദിക്കുകയാണ്, ഞാൻ ഒരു സിഗരറ്റ് കൊടുക്കാൻ പോകുകയെന്നു. അപ്പോൾ നിങ്ങൾ ഞാൻ പറഞ്ഞു പ്ലീസ് പാവം എന്ന് പറഞ്ഞ് ഞാൻ ഒരു സിഗരറ്റ് എടുത്ത് കൊടുത്തു. ആ സിഗരറ്റ് അങ്ങ് ആശ്വസിച്ച് വിളിക്കണമെന്ന് കണ്ടപ്പോൾ എനിക്ക് വളരെ പഴയ കഥകളിലൂടെ ഞങ്ങൾ എത്ര പടങ്ങളിൽ, എത്ര മദ്രാസിൽ, എത്ര സ്റ്റുഡിയോകളിൽ കിടന്ന് ഞങ്ങൾ രാത്രിയും പകലും വർക്ക് ചെയ്യുമ്പോൾ അങ്ങേരെ ആരും ചോദിക്കും അങ്ങേരെ സിഗരറ്റ് എടുത്ത് വിളിക്കണം. ഒരു സ്റ്റൈലിലാണ് അങ്ങേരെ ഒരു സിഗരറ്റ് വിളി, ഒരു സൈഡിൽ വെച്ചിട്ട് ഇങ്ങനെ വിളിക്കും. അതാണ് ഞാൻ അവസാനം പപ്പയെ കണ്ടത്. ഇത് പറഞ്ഞപ്പോൾ ഒന്ന് കാര്യം കൂട്ടിച്ചേർക്കാം. എൻ്റെ മകളുടെ വിവാഹ ദിവസം, കല്യാണ ദിവസം, അന്നത്തെ ഒരു പത്രത്തിലെ മെയിൻ വാർത്ത, മലയാള സിനിമയെ വിറപ്പിച്ച വില്ലൻ ജോസ് പ്രകാശിന് ഇനി ഒരു കാല് മാത്രം. സങ്കടപ്പെട്ടു പോയി. എൻ്റെ മകളുടെ കല്യാണ ദിവസമാണ് വന്നത്. ബേച്ചാൻ്റെ രൂപമല്ല, ഞങ്ങൾ അന്ന് വളരെ ക്ഷീണിതരായിരിക്കുന്നു. ഒരു കാലില്ലാത്ത ഒരു പടം ഇന്നും ഞാൻ പത്രം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഓർമ്മകൾ എടുക്കുമ്പോൾ ഞങ്ങൾക്കൊരു ദുഃഖമായിട്ട് തന്നെ കിടക്കുകയാണ്. ഞങ്ങളെ കുടുംബത്തെ ഏറ്റവും വിഷമപ്പെടുത്തിയ ഒരു കാര്യമാണ് അത്. ഒരുപക്ഷെ രമേശിന് അറിയായിരിക്കും, ആൺകിളിയുടെ താരാട്ടം എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഷൂട്ടിംഗ് കഴിഞ്ഞ് വരുന്ന സമയത്താണ് അപകടം ഉണ്ടാകുന്നതും. അങ്ങനെ കാലിന് മുറിവ് പറ്റി, പിന്നെ ഷുഗറിൻ്റെ പ്രശ്നമുണ്ട്. ഇതെല്ലാം കൊണ്ട് പല രീതിയിൽ ഞങ്ങളന്ന് ഹോസ്പിറ്റലിൽ പല രീതിയിൽ ആലോചിച്ചു, കാല് മുറിക്കാതിരിക്കാൻ പറ്റുമോ. കോയമ്പത്തൂരിൽ ഇങ്ങനെ എൽസമ്മയുടെ ഹസ്ബൻഡ് ഊട്ടിയിൽ അല്ല തോമസ് പലരോടും കോയമ്പത്തൂർ ചോദിച്ചു വന്നാൽ രക്ഷയുണ്ടോ. ഇല്ല, ഇത് ഗാംഗ്രീനായി പോവുകയാണ്, അപ്പം മുറിക്കാതിരിക്കാൻ പറ്റുകയില്ല. ഭയങ്കര വിഷമമായിരുന്നു. അതൊക്കെ മനസ്സിലിങ്ങനെ ഇപ്പം ജ്യേഷ്ഠനെ പറ്റിയുള്ള ഓർമ്മകളുടെ കാര്യങ്ങളായതുകൊണ്ട് തോന്നിയതാണ് കേട്ടോ. ലെജൻഡായിരുന്നു. ഓർമ്മയിലെന്നും ജോസ് പ്രകാശ് എന്ന ഈ പരമ്പര ഇവിടെ അവസാനിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ആൽബം സൈനിങ് സെക്ഷനിലേക്ക് കിടക്കാം. ഓർമ്മയിലെന്നും ജോസ് പ്രകാശ് എന്ന ഈ ഒരു പരമ്പര ഇവിടെ അവസാനിക്കുമ്പോൾ ജോസ് പ്രകാശ് സാറിൻ്റെ മൂത്ത മകൻ രാജൻ ജോസഫ് സാർ നമ്മളോടൊപ്പം ഉണ്ട്. അദ്ദേഹത്തിന് അമൃത ടിവിയുടെ ഭാഗത്ത് നിന്നുള്ള ഒരു ഉപഹാരം രവികുമാർ സാർ സമർപ്പിക്കുന്നു. മറ്റൊരു സ്നേഹ സമ്മാനം പ്രേംപ്രകാശ് സാർ കൊടുക്കും. ചരിത്രം എന്നത് വല്ലാത്ത കൗതുകമുള്ള ഒരു വാക്കാണ്. കാരണം ചരിത്രം എവിടെ നിന്നാണ് തുടങ്ങുന്നതെന്ന് നമുക്കറിയില്ല. എന്നാൽ നാഴികക്കല്ലുകൾ വെച്ചുകൊണ്ട് നമ്മൾ പലപ്പോഴും ചരിത്രത്തെ അളക്കാറുണ്ട്. മലയാള സിനിമയുടെ അത്തരത്തിലുള്ള ഒരു ചരിത്രം അളക്കുമ്പോൾ നാഴികക്കല്ലുകളായി മാറി തുടങ്ങിയ ഒരു കാലഘട്ടം 1950കളുടെ തുടക്കം മുതൽ സിനിമയിലെത്തി, സിനിമയിൽ വളർന്ന് സിനിമയ്ക്ക് വേണ്ടി നിന്ന ഒരു മഹാപ്രതിഭ ജോസ് പ്രകാശ്. അദ്ദേഹത്തിന്റെ ഓർമ്മകളിലൂടെയുള്ള ഒരു യാത്രയായിരുന്നു ഇന്നത്തെ എപ്പിസോഡ്. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത എപ്പിസോഡിൽ 1000-ലധികം സിനിമകളിലൂടെ സിനിമയുടെ ചരിത്രത്തിന്റെ ഭാഗമായ മറ്റൊരാൾ.